എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ SSLC റിസൾട്ട് വന്നതിന് ശേഷം നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് റിവാലുവേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഫീസ് എത്ര രൂപയാണ്, ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ SSLC റിവാലുവേഷൻ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും വളരെ ലളിതമായി പറയാം. SSLC റിസൾട്ട് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. റിസൾട്ട് വന്നതിന് പിന്നാലെ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ റിവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടനി എന്നിവയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ആദ്യം റിവാലുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻസർ പേപ്പർ വീണ്ടും ഡീറ്റെയിൽ ആയി പരിശോധിക്കുന്ന ഒരു പ്രക്രിയയാണ് റിവാലുവേഷൻ. എന്താണ് സ്ക്രൂട്ടനി? ടോട്ടലി മിസ്റ്റേക്ക് പോലുള്ള ചെറിയ കാര്യങ്ങൾ മാത്രം പരിശോധിക്കുന്നതാണ് സ്ക്രൂട്ടനി എന്ന് പറയുന്നത്. അതേസമയം ആൻസർ ഷീറ്റിൻ്റെ കോപ്പി ലഭിക്കുന്നതാണ് ഫോട്ടോ കോപ്പി സർവീസ്. 2026 SSLC റിവാലുവേഷൻ്റെ ഫീസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. റിവാലുവേഷന് ഒരു സബ്ജക്റ്റിന് 400 രൂപയാണ്, ഫോട്ടോ കോപ്പിക്ക് 200 രൂപയാണ് ഒരു സബ്ജക്റ്റിന്, സ്ക്രൂട്ടനിക്ക് 50 രൂപയാണ്. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയത്തിന് ഒരു പേപ്പറിന് 400 രൂപ, ഫോട്ടോ കോപ്പിക്ക് 200 രൂപ, പുനഃപരിശോധനയ്ക്ക് 50 രൂപ എന്ന നിരക്കിലാണ് ഫീസ് അടയ്ക്കേണ്ടത്. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുന്ന പേപ്പറുകളുടെ സ്ക്രൂട്ടനിക്ക് വേണ്ടി പ്രത്യേകം അപേക്ഷ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം. ആദ്യം ഒഫീഷ്യൽ വെബ്സൈറ്റായ slcexam.kerala.government.in ഓപ്പൺ ചെയ്യുക. അതിനുശേഷം റിവാലുവേഷൻ, സ്ക്രൂട്ടനി, ഫോട്ടോ കോപ്പി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം ഏത് സബ്ജക്റ്റിനാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫീസ് കാൽക്കുലേറ്റ് ആയിട്ട് വരും. ഇത് 16-ാം തീയതി മുതൽ 21-ാം തീയതി വരെയാണ് സമയം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 മണിക്ക് മുന്നേ ആയി നമ്മൾ രജിസ്ട്രേഷൻ, അതായത് റിവാലുവേഷൻ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അപ്ലിക്കേഷൻ 21/5/2026 വൈകിട്ട് 4 മണിക്ക് മുന്നായി കൊടുക്കണം. 22/5/2026 വൈകുന്നേരം 5 മണിക്ക് മുന്നായി പ്രധാന അധ്യാപകർ നമ്മുടെ അപേക്ഷകളുടെ കൺഫർമേഷൻ പൂർത്തീകരിക്കും. നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്താൽ അടുത്ത ദിവസം തന്നെ അത് നമ്മുടെ സ്കൂളിൽ, നമ്മൾ പഠിച്ച സ്കൂളിലെ HMന് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ പ്രധാന അധ്യാപകർ അത് കൺഫർമേഷൻ പൂർത്തീകരിക്കും. 21/5/2026 ശേഷം വൈകിട്ട് 5 മണിക്ക് ശേഷം ലഭിക്കുന്നതും അപൂർണവും ആയ വിവരങ്ങൾ അടങ്ങിയ അപേക്ഷകൾ യാതൊരു കാരണവശാലും പ്രധാന അധ്യാപകർ സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഉത്തരക്കടലാസിൻ്റെ ഫോട്ടോ കോപ്പി ലഭിച്ചതിന് ശേഷം പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ അർഹതയുമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം, IT പേപ്പറിന് റിവാലുവേഷൻ ലഭിക്കില്ല. വിദ്യാഭ്യാസ വാർത്തകളും വീഡിയോ ക്ലാസ്സുകളും മറ്റ് വിദ്യാഭ്യാസ അപ്ഡേറ്റ്സും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റ് വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.